ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി നമ്മൾ ഗോവയിൽ നിന്ന് വന്ന വണ്ടിയുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് ദിവസത്തെ ഡേ നൈറ്റ് ഇതിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കിന്ന് കിട്ടാൻ പോകുന്നത്. കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമർ 2 ദിവസമായി ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ നോർമൽ പറഞ്ഞ കൊട്ടേഷനിൽ നിന്നും എസ്റ്റിമേറ്റിൽ നിന്നും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനും സജഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം നമ്മൾ കൂടുതൽ വർക്ക് ആഡ് ആയിട്ടുണ്ട്. കസ്റ്റമറോട് സ്റ്റേ വേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തിട്ടുള്ളതെല്ലാം. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കാണാം. കസ്റ്റമറും നമ്മൾ അതുപോലെ തന്നെ നമ്മളും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ കസ്റ്റമർക്കും എന്താ പറയുക, നമ്മുടെ വർക്ക് എത്രത്തോളം ഇതായെന്ന് നമുക്ക് അറിയട്ടെ. അപ്പോൾ ഇതിൻ്റെ റിലീവിങ് ആണ് നടക്കുന്നത്. കസ്റ്റമർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ റിലീവിങ്ങിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. വണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ ഒരു പീക്ക് ലെവലിൽ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത്ര എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. അതിൻ്റെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതായത് ബോഡി ലൈൻസും അതുപോലെ ഒരു ഷോറൂം എങ്ങനെ വണ്ടി ഇറങ്ങുന്നോ ആ രീതിയിൽ, മീൻസ് അതിലേറെ ഒരു സ്റ്റെപ്പ് മേലെ നിൽക്കണം എന്നായിരുന്നു പെയിൻറ്റിങ്ങിൻ്റെ ലെവലിൽ നമുക്ക് ചെയ്യുന്ന മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ ബോഡി തിന്നായത് കൊണ്ട് തന്നെ നമുക്ക് ഓറ് പുട്ടി കയറ്റാനും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള, നമുക്ക് ഷേപ്പ് ഔട്ടിനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ആ ബോഡി ലൈൻ തന്നെ മാക്സിമം പുട്ടി കുറച്ച് ചെയ്തിട്ടാണ് നമ്മളിത് മാക്സിമം ചെയ്തേക്കുന്നത്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ, മീൻസ് നമ്മളൊരു ഓവർ വ്യൂ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നോർമൽ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഓഫ് റോഡ് ഹൈ ഗേജിലുള്ള ഒരു ബമ്പർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ സെൻറ്ററിൽ നമ്മൾ പ്രോഗ്രാംസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് വാം കളറാണ്. പിന്നെ ബാറിൽ ഒരു 3 സ്ലോട്ടിൽ നമ്മളൊരു ഹൈ ഗേജ് വരുന്നൊരു അലുമിനിയം ഫ്രെയിമിൽ വരുന്ന നല്ലൊരു 7 ഇഞ്ചിൻ്റെ നല്ലൊരു എന്താ പറയുക ഫോഗ് ലാംപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉണ്ട്. ഫുൾ അലുമിനിയം ഫ്രെയിംസ് ആണ് അതിന് വരുന്നത്. നോർമൽ നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ ഒരു ഫോഗ് ലാമ്പ് അല്ല, ഫുൾ പ്രൊജക്ടർ ടൈപ്പാണ്. അതിൽ തന്നെ എന്താ പറയുക പാർക്കിനും വരുന്നുണ്ട്, ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത് എന്ന് പറയുക നമ്മൾ ഇതിന് മുന്നൊക്കെ ചെയ്തേക്കുന്നത് ഹെല്ല HIDയുടെ കിറ്റൊക്കെ നമ്മൾ മാക്സിമം ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ഫോർ ചേഞ്ച് നല്ലൊരു ക്വാളിറ്റി, മീൻസ് ക്വാളിറ്റി യാതൊരു കോംപ്രമൈസും ചെയ്യേണ്ട, ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് കസ്റ്റമർ പറയുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലിംബ്രൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിംബ്രൈസേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 42 ഇഞ്ചിൻ്റെ ഒരു LED ബാർ ലൈറ്റ്സ് നമ്മളിതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാർ ലൈറ്റ്സ് അതുപോലെ തന്നെ ഈ വിൻഷീൽഡിൻ്റെ അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഈ ഒരു ഫ്രെയിമിലോട്ടാണ് നമ്മൾ മൗണ്ട് ചെയ്തത്. സെപ്പറേറ്റ് ഒരു ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എല്ലാം ഊരിയെടുക്കാനായിട്ടൊരു ഫ്രെയിം മാത്രം നമ്മളൊന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാർ ലൈറ്റ്, ഈ വിൻഷീൽഡ് ലൈറ്റ് എല്ലാം ഒറ്റയിൽ നമുക്കിത് ഊരിയെടുത്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഊരേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഊരേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫ്രെയിം മാത്രം ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസിലി നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അതേപോലെ ഈ വിൻഷീൽഡ് ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നമ്മൾ ഫ്രണ്ട് ബമ്പറിൽ വെച്ച ആ സെയിം ക്വാളിറ്റിയുള്ള ഐറ്റം ഫോഗ് ലൈറ്റ്സ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീലാർച്ച് തന്നെയാണ്. ജംബോ ടൈപ്പ് വീലാർച്ചാണ്. ഇതിൽ 235 പകരം നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 31 ആയതുകൊണ്ട് തന്നെ വീല് കുറച്ച് വൾജിയായിട്ട് പുറത്ത് കിടക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് മഡും കാര്യങ്ങളൊക്കെ വണ്ടിയിലോട്ടും ബോഡിയിലോട്ടും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജംബോ ടൈപ്പ് വീലാർച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ ബ്ലാക്ക് കളറിൽ നമ്മളുള്ള എന്താ പറയുക ഇഞ്ച് സ്റ്റെപ്പാണ്. നമുക്ക് സ്റ്റെപ്പിൻ്റെ യൂസ് ചെയ്യാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ അടുത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ സൈഡ് മിറർ കണ്ടിട്ടുണ്ടാവും. റാങ്കുലർ ടൈപ്പ് സൈഡ് മിറേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു മിററിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ യൂസ് ചെയ്തതാണ്. മീൻസ് നമ്മൾ അതിൻ്റെ വരുമ്പോൾ വരുന്നത് ഒരു ക്ലാംസും ഹോൾസും നമുക്ക് അത്ര സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇതല്ല വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൗണ്ടിങ് അതുപോലെ ഹോൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി നമുക്ക്. മീൻസ് നമ്മുടെ ഡോർ തീരെ തിന്ന് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്കത് പ്ലേസ് ചെയ്യാതെ ഒരു ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ ലൈൻസിൻ്റെ അപ്പുറത്തും പോകാൻ പാടില്ല, കുറച്ച് സ്ട്രഗിൾ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അതിൻ്റെ തന്നെ മിററിൽ തന്നെ പാർക്കും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിന് തന്നെ LEDs വരുന്നുണ്ട്. പോരാത്തതിന് ഇൻസൈഡ് മീൻസ് മിററിൻ്റെ ഇൻസൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ട്, LED വൈസിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന സൈഡിൽ കാണുന്നത് നമ്മുടെ സ്റ്റെപ്പാണ്, ഫുഡ് സ്റ്റെപ്പാണ്. ഫുഡ് സ്റ്റെപ്പ് അത്യാവശ്യം എന്താ പറയുക റോക്ക് സ്ലൈഡർ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, റോക്ക് സ്ലൈഡർ ആണ് യൂസ് ചെയ്തത്. പിന്നെ ഇത് സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് നമ്മുടെ അടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളെ സോഫ്റ്റ് ടോപ്പ് തന്നെയാണ്. താർ മെറ്റീരിയൽ സോഫ്റ്റ് ടോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ പ്രൈവസി കർട്ടനും കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാണ് സൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ വരുന്നത്. വൈസിൽ നമ്മൾ അല്ലാണ്ട് അധികം ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനിലും തന്നെയാണ്. റിയർ വ്യൂലെ ബമ്പറിലും കാര്യങ്ങളിലും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ LED ടൈൽ ലൈറ്റ്സ് യൂസ് ചെയ്തു. പിന്നെ ബാക്കിട്ട് നിങ്ങൾ ടിപ്പ് കാണുന്നുണ്ടാവും. മീൻസ് നോർമലിലേക്കും ടിപ്പ് കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ബെഡിൽ വരുന്ന നമ്മളെ എക്സോസ്റ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു വൈസിൽ നോക്കാം, ഇന്റീരിയർ വൈസിലാണ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത്. നമ്മൾ എല്ലാ വണ്ടിയിലും ഇന്റീരിയർ ആണ് നമ്മൾ ഒന്നുകൂടിയും ഒരു ലക്ഷറി ഫീൽഡിലോട്ട് നമ്മൾ മാറ്റാറ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇന്റീരിയർ വൈസ് വരുന്നത്. ഒരു ടാൻ ഷെയ്ഡിലോട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. കസ്റ്റമറിൻ്റെ ഒരു ആഗ്രഹ അഭിപ്രായം പ്രകാരം ടാൻ കളറാണ് അവർ ചൂസ് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ പറഞ്ഞത് നമ്മൾ ആ രീതിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ 2022-23 ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മോഡൽ സ്വിഫ്റ്റിൻ്റെ സീറ്റാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അത് തന്നെ നമ്മൾ ഫുള്ള് കസ്റ്റം ചെയ്ത് ടൈ സപ്പോർട്ടും കഫ് സപ്പോർട്ടും എല്ലാം ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. 5 കൊല്ലത്തോളം വാറണ്ടി വരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് പെർഫെക്ഷൻ പക്ക ഫിറ്റഡ് ആയിട്ടുള്ള നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് അതിൽ തന്നെ നമ്മളൊരു മാരുതിയുടെ സ്വിഫ്റ്റ് റിഡ്സിലൊക്കെ വരുന്ന ഒരു സ്റ്റിയറിംഗ് കൂടെ നമ്മൾ ചെയ്തത്. അത് ഫുള്ളായിട്ട് നമ്മൾ ടാനിലോട്ട് റാപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ട് സ്റ്റിയറിംഗ് കവറെല്ലാം സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ഡോർ പാഡ്സ് അതുപോലെ തന്നെ റൂഫ് കാര്യങ്ങളെല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ടാൻ ഷെയ്ഡിലോട്ട് ലെതർ ടച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 70 മാറ്റ് കൂടെ നമ്മളിതിൽ ഈ ടാൻ കളറിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ AC വെൻസ് കാര്യങ്ങളൊക്കെയാണ്. AC വെൻ്റ് ഡെഫി യൂസ് ചെയ്തേക്കുന്നത് ഡെഫിയുടെ RPM മീറ്റർ ആണ്. 5 ഇഞ്ചസിൽ തന്നെ RPM മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ G-Wagon ടൈപ്പ് AC വെൻസും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇത് ചെയ്ത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇത് കുറച്ച് റിസ്കി ഫാക്ടറാണ്, കുറച്ച് എന്താ പറയുക കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. എന്നാലും ഇത് വരുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷറി ഫീല് കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സൗണ്ട് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റത്തിന് നല്ല ഇമ്പോർട്ടൻസ് നൽകിയ ഒരു വർക്ക് തന്നെയായിരുന്നു ഇത്. നമ്മൾ ജിപ്സിയിൽ ഫോർ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തേക്കുന്ന ഒരു അബവ് 1 lakh റേഞ്ചിൽ നമ്മളിതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് മാത്രം നമ്മൾ പൈസ ചിലവാക്കിയിട്ടുണ്ട്. വൈസിൽ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളിതിൽ AC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. AC നമ്മൾ ഫുൾ പുതിയ കിറ്റ് നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്തതുപോലെ തന്നെ എല്ലാം പുതിയ കിറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ പവർ വിൻഡോസും പവർ സ്റ്റിയറിംഗും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ നമ്മൾ RDയുടെ പവർ വിൻഡോസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് നമ്മൾ റെഡ് കളറിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ് കളർ സീറ്റ് ബെൽറ്റ്സ് ആണ് നമ്മൾ ചെയ്ത് സ്പോർട്ടി ലുക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. ാണ് ഇത് ഇന്റീരിയർ വൈസിലും സൗണ്ട് സിസ്റ്റത്തിലും നമുക്ക് പറയാനുള്ളത്. സ്റ്റീരിയോ ആംബിയൻസ് വരുന്നത് കസ്റ്റമർ ഫുള്ളി 110% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആളുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കി ആളുടെ ഫീഡ്ബാക്ക് കൂടെ നമുക്കൊന്ന് കേൾക്കാം.
in Mallapuram called Edavana, and I'm from Goa. My name is Santosh. I had given my Gypsy, which is a 2010 model, for a complete makeover with Mr. Akhil, who has got a workshop of Drive 69. And guys, he has done an amazing job. You all can see the car, how it is done. I'm very happy with his work, and a very honest and good person, and everything went as I wished for. So I wish him good luck, and all the rest all is good. Thank you. Wishing him all the best for future, and I will get other car also with him for any makeup jobs or anything I have got. Thank you very much. നമ്മുടെ ജിപ്സി ഗോവയിലോട്ട് റിട്ടേൺ പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. ലാസ്റ്റ് ഫൈനൽ ടച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വൈപ്പ് ചെയ്ത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വൈസിനും കുറച്ച് ക്ലീനിങ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഫുള്ളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം വണ്ടിയിൽ നിന്ന് മടങ്ങുകയാണ്. എന്താ പറയുക, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കസ്റ്റമർ ഇവിടുന്ന് മടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിലേറെ ഹാപ്പിയാണ്. മീൻസ് നമ്മുടെ ഒരു കയ്യിൽ നിന്നൊരു വണ്ടി വർക്ക് കഴിഞ്ഞ് പോയിട്ട് നമുക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്താ പറയുക, അത്രയും ഹാപ്പിയോട് കൂടി പോകുമ്പോൾ നമുക്കും മോർ ദാൻ നമ്മുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ നമ്മുടെ കിട്ടുന്ന കാശിന് മാത്രമല്ല, നമ്മളൊരു പാഷനായിട്ടായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു വണ്ടി നമ്മൾ അടുത്ത വണ്ടി ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത്താണ്, നമുക്ക് പ്രചോദനമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു ഫ്യൂവലാണ് നമുക്ക് എന്താ പറയുക അടുത്ത് ചെയ്യാൻ വേണ്ടി. നമ്മളെ കാത്തിഞ്ഞ് ഒരുപാട് വണ്ടികൾ വെയിറ്റിംഗ് ആണ്. 1-2 വണ്ടികൾ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, തിരക്കിനനുസരിച്ച് ഇതുകൊണ്ടാണ്, പിന്നെ ഇതിൻ്റെ എഡിറ്റ് ചെയ്യാനിരിക്കാനുള്ള മടി കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ലാഗാവുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജിപ്സിയുടെ മോർ ഡീറ്റെയിൽസ്, എന്തെങ്കിലും സ്പെയർ ഐറ്റംസിൻ്റെ അല്ലെങ്കിൽ സ്പെയറിന് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലുണ്ട്, നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യൽ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ ആക്റ്റീവ് കുറവാണ്. മാക്സിമം നിങ്ങൾ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക വാട്സപ്പ് ചെയ്യാനോ ശ്രമിക്കും. ഇത് ഡീറ്റെയിലോ അല്ലെങ്കിൽ എന്ത് ഡൗട്ട്സോ മെക്കാനിക്കൽ എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയുന്നതാണ് നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. എന്താ പറയുക, മെയിനായിട്ട് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജിപ്സിയുടെ 4 വീലിൻ്റെ ഗിയർ ഇപ്പോൾ സ്റ്റക്ക് ആവണ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്, ലോക്കായി പോണത്. അപ്പോൾ അതിന് പറ്റി മാക്സിമം നമ്മളൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.